ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. വചന പഠനത്തിലേക്ക് സ്വാഗതം. ക്രിസ്തീയ വിശ്വാസ തെളിവുകൾ. ഈ പഠന പരമ്പരയുടെ 11ാമത്തെ അവതരണത്തിലാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ദൈവവിശ്വാസത്തിന് ആധാരമായിരിക്കുന്ന തെളിവുകൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് വളരെ നിശ്ചയം പ്രാപിക്കേണ്ടത്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടം, നമ്മളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ചോദ്യം ചോദിക്കുന്ന ഏത് മനുഷ്യരോടും ഉത്തരം പറയുവാൻ ഒരു വിശ്വാസി തയ്യാറായിരിക്കണം. എന്തുകൊണ്ടാണ് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നത്? ദൈവവിശ്വാസം വാസ്തവമാണോ? അത് ഇന്നത്തെ കാലഘട്ടത്തിൽ, ആധുനിക യുഗത്തിൽ അത് വിലയുള്ളതാണോ, പ്രധാനമാണോ, ആവശ്യമാണോ? ഒരു വിശ്വാസിയെ സംബന്ധിച്ച് വ്യക്തമായ ബോധ്യം വേണം. അവർക്ക് ബോധ്യം വേണം ആദ്യം. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും ഒരു ദൈവവിശ്വാസിക്ക് ബോധ്യം വേണം, ദൈവമുണ്ട്. ദൈവം അതിന് മതിയായ തെളിവുകൾ തന്നിട്ടുണ്ട്. ബുദ്ധിക്ക് തെളിവായി ദൈവം വെളിപ്പെടുത്തി. നാം ശ്രദ്ധിക്കേണ്ടത്, നാം സത്യസന്ധതയും പരമാർത്ഥതയും വാസ്തവികതയും നമുക്ക് നമ്മോടുണ്ടായിരിക്കണം. എങ്കിലേ ദൈവത്തെ അറിയാൻ പറ്റും, എങ്കിലേ ദൈവത്തെ ആരാധിക്കാൻ പറ്റും. ഇപ്പൊ നാം ദൈവം തന്ന തെളിവുകൾ വാദഗതികളായി കണ്ടു. ഒന്നാമത്തെ ഹേതുവാദം. ഒരു ഫലമുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ കാരണമുണ്ട്. രണ്ടാമത്തെ വാദം രൂപകൽപ്പനയുടെ വാദം. ഒരു രൂപകൽപ്പന, ഒരു വിഷയം, ഒരു വസ്തു ഒരു പ്രത്യേക രൂപത്തിൽ ക്രമപ്പെടുത്തിയിരിക്കുന്ന കണ്ടാൽ അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശത്തെ കാണാം. മൂന്നാമത്, മനുഷ്യനിൽ ദൈവം എന്ന ചിന്തയുടെ ഉത്ഭവം എവിടെ നിന്നാണ്? ദൈവചിന്തയുടെ ഉത്ഭവം. അതിൻ്റെ പിന്നിൽ ദൈവം ഉള്ളത് കൊണ്ട് തന്നെയാണ് എന്ന് നമ്മൾ കണ്ടു. നാലാമത് കണ്ടത്, മനുഷ്യനിലുള്ള ഈ മതപരമായിട്ടുള്ള സ്വഭാവം. അത് സാർവലൗകികമായി സകല മനുഷ്യനിലും അതുണ്ട്. ദൈവത്തെ കണ്ടെത്തുന്നത് വരെ മനുഷ്യൻ അസ്വസ്ഥനാണ് എന്നുള്ളത് നമ്മൾ കേട്ടു. അഞ്ചാമത്തെ വാദത്തിലാണ് നമ്മൾ കഴിഞ്ഞ തവണ ചിന്തിച്ചത്, ധാർമ്മിക സദാചാര ബോധത്തിൽ നിന്നുള്ള വാദം. മനുഷ്യൻ എവിടെ നിന്നാണ് സദാചാര ധാർമ്മിക ബോധമുണ്ടായത്, സന്മാർഗ ചിന്തയുണ്ടായത്? രണ്ട് വിഷയങ്ങളായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് കണ്ടത്. ഒന്ന്, മനുഷ്യനൊരു ആത്മീക ജീവിയാണ്. അവൻ്റെ ആവശ്യങ്ങൾ വാസ്തവത്തിൽ ആത്മീകമാണ്. ഒരു നേരമോ 2 നേരമോ 2 ദിവസമോ ആഹാരം കഴിച്ചില്ലെങ്കിലും വെള്ളം മാത്രം കുടിച്ചാൽ മനുഷ്യൻ നിലനിൽക്കാം. പക്ഷെ അവൻ്റെ ആത്മാവ്, അവനിലുള്ള ആത്മാവെന്ന ഭാഗത്തിൻ്റെ ആവശ്യം അവൻ പരിഹരിച്ചില്ല എങ്കിൽ, നേടിയില്ല എങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അണുബാധ ഉണ്ടാകും. ഏറ്റവും വലിയ മാരക രോഗം അവനെ ബാധിക്കും. വിശ്വാസത്യാഗം സംഭവിക്കും, പിന്നോക്കം സംഭവിക്കും. അതുകൊണ്ട് ആത്മാവിൻ്റെ ഏറ്റവും വലിയ ഭക്ഷണം ദൈവത്തിൻ്റെ വചനം, സത്യവചനം. സത്യ ഉപദേശത്താൽ പരിപോഷിപ്പിക്കപ്പെടണം. ഇല്ലെങ്കിൽ വഴിതെറ്റിപ്പോകും, രോഗബാധിതനാകും. ഇപ്പൊ മനുഷ്യൻ ആത്മീക ജീവിയാണ്. രണ്ടാമത്, മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ കണ്ടു, മനുഷ്യനൊരു സദാചാര ധാർമ്മിക മനസ്സാക്ഷിയുണ്ട്. ഒരു സദാചാര ധാർമ്മിക മനസ്സാക്ഷിയുണ്ട്. അത് അവനോട് നന്മ ചെയ്യാൻ, ശരി ചെയ്യാൻ അവനെ പ്രേരിപ്പിക്കുന്നു. ഇത് രണ്ടും ദൈവത്തിന്റെ വലിയ സാന്നിധ്യത്തിന്റെ തെളിവാണ്. ഇത് ഓരോന്നായിട്ട് നമ്മൾ ചുരുക്കമായി ചിന്തിച്ച് നമ്മളിന്ന് കഴിഞ്ഞ പാഠത്തിന്റെ പ്രധാന വിഷയങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത്, മനുഷ്യൻ ആത്മസ്വഭാവമുള്ളവനാണ്, ആത്മീക ജീവിയാണ്. മനുഷ്യന്റെ പ്രകൃതി ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ടാണ് അവൻ ആ പ്രകൃതി ഉള്ളത്. കാരണം ദൈവം ആത്മാവാണ്. മനുഷ്യന് ആത്മതലമുണ്ട്. മനുഷ്യൻ വെറും ശരീരമല്ല മനുഷ്യൻ. അവന്റെ സ്വാഭാവിക പ്രകൃതികൾ അവൻ അന്വേഷിക്കുന്ന ഭൗതികമായ ഒന്നിനെയല്ല. 3 നേരത്തിന് 4 നേരം ആഹാരം കഴിച്ചിട്ടുണ്ടോ, നല്ല വസ്ത്രവും കോട്ടും സൂട്ടും ധരിച്ചത് കൊണ്ടോ ഒന്നും അവൻ ആത്മീകമായ തൃപ്തി അടയില്ല. ഭൗതികമായ ഒന്നിനാലും അവൻ തൃപ്തിപ്പെടില്ല. അവൻ ദാഹിക്കുന്ന വിശക്കുന്നതും ആത്മീകമായിട്ടുള്ളതാണ്. അവൻ ഒരുപക്ഷെ പറയുന്നില്ല, പക്ഷെ അവൻ്റെ വിശപ്പും ദാഹവും ആത്മീകമാണ്. അവൻ തേടുന്നത് ആത്മീകമാണ്. വഴിതെറ്റി പോകുന്നു, ആടുകളെ പോലെ തെറ്റിപ്പോകുന്നു, പക്ഷെ അവൻ്റെ യഥാർത്ഥ അന്വേഷണം ആത്മീകമാണ്. മനുഷ്യൻ ഒരു വിധത്തിൽ ഇരട്ട എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ദ്വന്ദ്ം, ഇരട്ടയാണ്. കാരണം ഒന്ന് ശരീരം, മറ്റൊന്ന് ആത്മീകം അഥവാ ധാർമ്മികം. ഈ ഭൗതിക ലോകത്തിലുള്ള ഒന്നിനും മനുഷ്യന്റെ ആത്മീയ ദാഹത്തെ, വിശപ്പിനെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. കർത്താവ് യേശുക്രിസ്തു വളരെ വ്യക്തമായിട്ട്, അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 35-ാം വാക്യം ഇപ്രകാരം പറഞ്ഞത്, യേശു അവരോട്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവനെ വിശക്കയില്ല, എന്നിൽ വിശ്വസിക്കുന്ന ഒരു നാളും ദാഹിക്കില്ല. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കില്ല. ഒരു മനുഷ്യന്റെ ആത്മീക വിശപ്പും ദാഹവും അടക്കുവാനാണ് ദൈവം മനുഷ്യനായി കടന്നു വന്നത് കർത്താവ് യേശു. അപ്പോൾ ഈ ഒരു
ആത്മീകമായ വിശപ്പിന്റെയും ദാഹത്തിന്റെ ഉറവിടം എവിടെ നിന്ന്? മണ്ടയിൽ നിന്നാണ്, കൊരങ്ങനിൽ നിന്നാണ്, പൊടിയിൽ നിന്നാണ്, പദാർത്ഥത്തിൽ നിന്നാണ്. ഒരിക്കലുമല്ലെന്ന് ബോധമുള്ള ആർക്കും അറിയാം. ഇപ്പൊ മനുഷ്യന്റെ ആത്മീക ദാഹവും വിളിയും ഉത്ഭവിച്ചത് എവിടെ നിന്ന്? ആത്മീകമായ ഉള്ളിൽ നിന്ന്. അത് ദൈവമാണ്. ദൈവം ആത്മാവാണ്. യോഹന്നാൻ 4:24. ദൈവം സത്യമാണ്. ദൈവം നിലനിൽക്കുന്നു. ഈ ഭൗതിക ലോകത്തിനും അപ്പുറമാണ്. ഇപ്പൊ മനുഷ്യൻ തേടേണ്ടത് ആത്മീകമായി. അതിന് വരേണ്ടത് യേശുവിൻ്റെ അടുക്കൽ. രണ്ടാമത് നമ്മൾ കണ്ടു മനുഷ്യനുള്ള സദാചാര ധാർമ്മിക മനസാക്ഷി. മനുഷ്യന് തിരഞ്ഞെടുക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഏതും തോട്ടം മുതൽ നമുക്കതറിയാം. നന്മയും തിന്മയും, ശരിയും തെറ്റും, ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ദൈവം വ്യക്തമായി പറയുന്നുണ്ട്. അതനുസരിച്ച് നമുക്ക് തിരഞ്ഞെടുപ്പുണ്ടാകും. നന്മ മാത്രമല്ല ഭൂമിയിൽ. സാത്താന്റെ സാന്നിധ്യമുള്ള, പിശാചിന്റെ സാന്നിധ്യമുള്ള ഭൂമിയിൽ തിന്മയാണ് നിറഞ്ഞു കിടക്കുന്നത്. നമ്മുടെ കയ്യിലിരിക്കുന്ന ഉപകരണങ്ങളിൽ തിന്മയാണ് കൂടുതൽ. നാം തിരഞ്ഞെടുക്കണം ഏത് കാണണം, ഏത് കാണരുത്, ഏത് കേൾക്കണം, ഏത് കേൾക്കരുത്, ഏത് വായിക്കണം, ഏത് വായിക്കരുത്. ഇപ്പം മനസ്സാക്ഷിയുടെ സാന്നിധ്യം ഒരു വലിയ തെളിവാണ്. മനുഷ്യനിൽ ഈ കഴിവുണ്ട്. നന്മയും തിന്മയും തമ്മിൽ തിരഞ്ഞെടുക്കാനുള്ള കഴിവ്. അവന് നന്മ തിരഞ്ഞെടുക്കാനാണ് അവനെ ഉൾവിളി ഉള്ളത്. അവന് ഉള്ളം കൊണ്ട് നന്മ ചെയ്യാനുള്ള വാഞ്ചയാണ് മനുഷ്യനിലുള്ളത്. അപ്പൊ ഇച്ഛാശക്തി, അതായത് മനസ്സ് ബുദ്ധിയൊക്കെ ആലോചിച്ച് തീരുമാനമെടുക്കാനുള്ള കഴിവ്, ഇച്ഛാശക്തി പ്രയോഗിക്കാൻ കഴിവുള്ളവനാണ് മനുഷ്യൻ. മൃഗങ്ങൾക്ക് അങ്ങനെയില്ല. ഇപ്പൊ മനുഷ്യനെ സംബന്ധിച്ച് നന്മയെ സ്വീകരിക്കുകയും തിന്മയെ എതിർക്കുകയും ചെയ്യണമെന്നുള്ളൊരു വാഞ്ച അവന്റെ ഉള്ളിൽ, കടപ്പാട് അവന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇപ്പൊ മനുഷ്യ വിധത്തിൽ ധാർമ്മിക സംവേദനക്ഷമതയുള്ളവനാണ്. അവന്റെ പ്രകൃതി തന്നെ അത് വെച്ചിരിക്കുകയാണ്, നന്മ ചെയ്യാനുള്ള താല്പര്യം. ഇതെവിടെ നിന്ന് വന്നു? എവിടെ നിന്നാണ് ഇത് ഉത്ഭവിച്ചത്? താനേ വന്നതാണ്. പരിണാമം സംഭവിച്ചു വന്നതാണ്. ഒരിക്കലുമില്ല, പദാർത്ഥത്തിൽ നിന്ന് അത് വരില്ല. മനുഷ്യന്റെ മനസ്സാക്ഷി വ്യക്തമായി ബോധ്യപ്പെടുത്തുന്നു, ഒരു ഉന്നതമായ മനസ്സാക്ഷി എവിടെയോ ഉണ്ട്. ഒരു ദൈവികമായ മനസ്സാണ് സകലത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഒരു ദൈവിക മനസ്സ്, ഒരു മനസ്സ്, ഒരു ബോധാവസ്ഥ, ഒരു അറിവുള്ള അവസ്ഥ, അത് ദൈവമാണ്. അപ്പോൾ വെറും ഭൗതിക പരിണാമത്തിന്റെ ഫലമാണ് മനുഷ്യനെങ്കിൽ അവനൊരിക്കലും സഹജമായി കഴിവ് അവനിൽ ഉണ്ടാകില്ല. നന്മ ചെയ്യാനും നന്മ ചെയ്തില്ലെങ്കിലുള്ള വേദനയും അവനൊരിക്കലും ഉണ്ടാകില്ല. ഈ ഒരു ബോധം, കുറ്റബോധം, നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവനെ പാപമെന്ന് ബൈബിളിൽ പറയുന്ന പോലെ ഒരു കാര്യം ചെയ്യാൻ അറിയാം. ബൈബിളിൽ പറയുന്ന കാര്യം അല്ലെങ്കിൽ പോലും നന്മ ചെയ്യാൻ നമുക്ക് അറിയാം. പക്ഷെ ചെയ്യാതെ പോയാൽ നമ്മുടെ മനസ്സിൽ അസ്വസ്ഥതമാകും, വേദനയുണ്ടാകും, കുറ്റബോധം ഉണ്ടാകും. ഇത് എവിടെ നിന്നെന്ന് പറയാൻ ഭൗതികവാദികൾക്ക്, പരിണാമവാദികൾക്ക് ഒരിക്കലും കഴിയില്ല. മനുഷ്യൻ എന്തുകൊണ്ട് ധാർമ്മിക അവസ്ഥയിലായിരിക്കുന്നു? സദാചാര ബോധം എവിടെ നിന്ന് വന്നു? ഇപ്പൊ മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവം അവൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന കഴിവും പ്രാപ്തിയുമാണ് തിരഞ്ഞെടുക്കാനുള്ള കഴിവ്. നന്മയും തിന്മയും തമ്മിൽ തിരഞ്ഞെടുക്കാനുള്ള കഴിവ്, നന്മ ചെയ്യാനുള്ള താല്പര്യം, നന്മ ചെയ്യാൻ കഴിയാതെ വരുമ്പോഴുള്ള കുറ്റബോധം, ഇതെല്ലാം സൃഷ്ടാവായ ദൈവം മനുഷ്യനിൽ വെച്ചിരിക്കുന്ന സംവിധാനമാണ്. ആറാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ആറാമത്തെ വാദം സൗന്ദര്യ അവബോധം. ആ വാദമാണ്. അതായത് ഹൃദയ കലാസ്വാദന ചാതുര്യം, എസ്തെറ്റിക് സെൻസ്. മനുഷ്യരൊരു വലിയ കഴിവുണ്ട്, സൗന്ദര്യം ആസ്വദിക്കാനുള്ള കഴിവ്. ഈ ഒരു സൗന്ദര്യം ആസ്വദിക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ സൗന്ദര്യ അവബോധം, അലങ്കാരബോധം, ഇത് മനുഷ്യന്റെ പ്രത്യേകമായ കഴിവാണ്. നമുക്ക് ചുറ്റുമുള്ള മനോഹരമായ സൗന്ദര്യ വസ്തുക്കളെ കാണാനും ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു കിടക്കുന്ന സൗന്ദര്യമേറിയ പ്രകൃതി സൗന്ദര്യങ്ങൾ ആസ്വദിക്കാൻ, ആകാശത്തിലെ സൗന്ദര്യം ആസ്വദിക്കാൻ, നിറങ്ങളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ, ഇതൊക്കെ മനുഷ്യന് കഴിവ് തന്നിട്ടുണ്ട്. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ചുറ്റുമുള്ള സൗന്ദര്യത്തെയും വൈഭവത്തെയും, ഒരു പനിനീർ പുഷ്പം, ഒരു റോസാ പുഷ്പം, ഒരു താമര, ആ പുഷ്പത്തിൻ്റെ വൈഭവം നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മുടെ ചുറ്റും കേൾക്കുന്ന പല ശബ്ദങ്ങൾ, നമ്മുടെ ചുറ്റും കാണുന്ന ഈ ജീവിതത്തിൻ്റെ പല തുടിപ്പുകൾ, നമ്മൾ അത്ഭുതം കൂറാറുണ്ട്. ഒരു പ്രത്യേകമായിട്ട് ആ ഒരു സ്നേഹം കാണുമ്പോൾ, മൃഗങ്ങളുടെ ലോകത്തിലും പക്ഷികളുടെ ലോകത്തിലും എല്ലായിടത്തും കാണുന്ന സ്നേഹത്തിൻ്റെ വിവിധ ഭാവങ്ങൾ, സ്നേഹം നമ്മൾ അനുഭവിക്കുമ്പോൾ, നൽകുമ്പോൾ, സ്വീകരിക്കുമ്പോൾ, നമുക്ക് കാണാൻ കഴിയുന്ന സന്തോഷത്തിൻ്റെ മേഖലകൾ, സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ അവസ്ഥകൾ,
ഇതെല്ലാം നമ്മൾ എത്രത്തോളം ഇതൊക്കെ കണ്ടാൽ നമ്മൾ സന്തോഷത്തോടെ, ആകാംക്ഷയോടെ, അത്ഭുതത്തോടെ, തുറന്ന മിഴികളോടുകൂടി നമ്മൾ നോക്കി നിൽക്കും. ആ സൗന്ദര്യം, ആ പരിപാലനം, ആ കുഞ്ഞുങ്ങളെ ആ തള്ളപ്പക്ഷി പരിപാലിക്കുന്നത്, ചിറകിന് കീഴിൽ ചേർക്കുന്നത്, വന്യമൃഗങ്ങൾ ആക്രമിക്കാൻ വരുമ്പോൾ തള്ളമൃഗം ഓടി വരുന്നത്, ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ പ്രത്യേക ഒരു അനുഭവം ഉണ്ടാകും. മനുഷ്യൻ മൃഗമല്ല, മനുഷ്യൻ മനുഷ്യനാണ്. മനുഷ്യനും മൃഗവും തമ്മിൽ വലിയ അന്തരമുണ്ട്. മൃഗത്തിൽ നിന്ന് ഈ സൗന്ദര്യ അവബോധമുള്ള, ഹൃദയകലാസ്വാദനത്തിന്റെ ചാതുര്യങ്ങളുള്ള ഒരു മനുഷ്യൻ പരിണമിച്ചു വരില്ല. അപ്പോൾ ഈ ഒരു സൗന്ദര്യത്തെ അനുഭവിക്കാനും തിരിച്ചറിയുള്ള കഴിവ് വ്യക്തമായി പറയുന്നത് മനുഷ്യൻ ഈ തരത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്. കലാവിദ്യകളും അലങ്കാരവിദ്യകളും കണ്ടാസ്വദിക്കാൻ അവരുടെ കഴിവുകളോട് സൃഷ്ടിക്കപ്പെട്ടവനാണ്. ഭൗതിക വസ്തുക്കളിൽ നിന്ന് താനേ വന്നതാണ് ഈ കഴിവെന്നൊരിക്കലും പറയുന്നത് ശരിയായ ഉത്തരമല്ല. ഭൗതിക വസ്തുക്കൾ വർഷങ്ങളായി ഇങ്ങനെ പരിണമിച്ച് ഈ മനുഷ്യന് ഈ കഴിവുണ്ടായി എന്ന് പറയുന്നത് അതൊരിക്കലും ശരിയായ സംതൃപ്തി തരുന്ന ഉത്തരമല്ല. ആ ഭൗതികവാദത്തിലൂടെ അല്ലെങ്കിൽ പദാർത്ഥങ്ങളുടെ ഈ സഹജ വാസന മനുഷ്യരുടെ ഉള്ളിലുണ്ടായി എന്ന് പറയുന്നത്, പദാർത്ഥങ്ങൾ സൗന്ദര്യ ആസ്വാദന കഴിവുള്ളവരല്ല. പദാർത്ഥങ്ങൾക്ക് ആ കഴിവില്ല, കലാസൗന്ദര്യമില്ല, സൗന്ദര്യ ബോധമില്ല പദാർത്ഥങ്ങൾക്ക്. അപ്പൊ ഈ ഒരു ഗുണങ്ങളെല്ലാം സംഭവിച്ചത് വെറും പദാർത്ഥത്തിൽ നിന്നാണെന്ന് പറയുമ്പോൾ അവൻ വാസ്തവത്തിൽ ദൈവവിശ്വാസത്തെക്കാളും അധികം വിശ്വാസം വേണ്ടി വരും അത് വിശ്വസിക്കാൻ. മണ്ണിൽ നിന്നാണ് ഈ കഴിവുണ്ടായത്, പദാർത്ഥങ്ങളിൽ നിന്നാണ് കഴിവ് മനുഷ്യനുണ്ടായെന്ന് പറയുന്ന മനുഷ്യന്, ആ പരിണാമവാദിക്ക്, ഒരു വിശ്വാസിക്ക് ആവശ്യമായതിനേക്കാളും വലിയ വിശ്വാസം വേണ്ടി വരും ഈ അന്ധമായി ഇങ്ങനെ വിശ്വസിക്കാൻ. കാരണം അവന്റെ ബുദ്ധി വികലമായതുകൊണ്ടാണ്. റോമലേഖനം 1-ാം അധ്യായ പ്രകാരം. ഇപ്പൊ മനുഷ്യൻ എവിടെ നിന്നാണ് ഈ ഒരു സൗന്ദര്യ അവബോധം, സൗന്ദര്യം ആസ്വദിക്കുള്ള കഴിവ് എവിടെ നിന്ന് കിട്ടി? സംതൃപ്തകരമായുള്ള ഉത്തരമെന്ന് പറയുന്നത് അവനിൽ കഴിവ് വെച്ചത് ഇതെല്ലാം പൂർണ്ണമായി അനുഭവിക്കുന്ന, ആസ്വദിക്കുന്ന ഒരു ദൈവത്തിൽ നിന്നാണ്. അത് ദൈവമാണ്. ഈ കഴിവുകളുടെയൊക്കെ പൂർണ്ണതയാണ്. ദൈവം സൗന്ദര്യം ആസ്വദിക്കുന്ന വ്യക്തിയാണ്. എല്ലാം സുന്ദരമായി മനോഹരമായി ചെയ്യുന്നവനാണ്. ദൈവം സൃഷ്ടിച്ച പ്രകൃതിയിലേക്ക് നോക്കിയാൽ കാണാം, ഈ ശാപം കിട്ടിയ ഭൂമിയുടെ അവസ്ഥ പോലും ഇത്ര മനോഹരമാണ്. ഓരോ ഒഴിവുകാലങ്ങളും മനുഷ്യൻ ഓടുകയാണ് വിരസമായ ജീവിതത്തിൻ്റെതായ തിരക്കുകളിൽ നിന്ന് മനോഹരമായ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിലേക്ക്, അവിടെ പോയി വിശാലമായ മലമുകളിലേക്ക്, പുഴയരികിലേക്ക്, കായൽ തീരങ്ങളിലേക്ക്, അവിടെ എല്ലാം പോയിരുന്ന സൗന്ദര്യം ആസ്വദിക്കുകയാണ്. സൂര്യ ഉദയത്തിൻ്റെയും സൂര്യ അസ്തമയത്തിൻ്റെയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും കലകലാ ശബ്ദങ്ങൾക്ക് പോയി അവിടെ നിന്ന് ആസ്വദിക്കുകയാണ്. എവിടെ നിന്ന് ഉത്ഭവിച്ചു? ഇതെല്ലാം പൂർണ്ണമായി സൃഷ്ടിച്ച സൗന്ദര്യമുള്ള ദൈവം. ദൈവത്തിൻ്റെ സൗന്ദര്യമാണ് ഈ പ്രകൃതിയിൽ, തൻ്റെ ദിവ്യത്വം, പരിശുദ്ധമായ സൗന്ദര്യമാണ്. അങ്ങനെ ഒരു ദൈവം സൃഷ്ടിച്ചതാണ്. ഇത് പൊട്ടിത്തെറിച്ച് വന്നതല്ല ഈ സൗന്ദര്യം. അപ്പൊ ആ ചിന്ത നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യൻ നിസ്തുലനാണ്, വിശേഷതയുള്ളവനാണ്. മൃഗങ്ങൾക്ക് നല്ലൊരു ചിത്രകല കണ്ടാൽ ആസ്വദിക്കാൻ കഴിവില്ല, നല്ലൊരു പാട്ട് കേട്ടാൽ ആനന്ദിക്കാൻ, പ്രതികരിക്കാൻ, കൈയടിക്കാൻ കഴിയില്ല. സൗന്ദര്യമുള്ള വസ്തുക്കൾ കണ്ടിട്ട് അതിനെ പുകഴ്ത്തുവാൻ മൃഗങ്ങൾക്ക് കഴിയില്ല. പക്ഷെ മനുഷ്യന് മഴയുണ്ടാകുമ്പോൾ, മഞ്ഞ് വീഴുമ്പോൾ മനുഷ്യനത് ആസ്വദിക്കുകയാണ്. ഒരു പട്ടി, പൂച്ച ഒരിക്കലും ഇങ്ങനെയുള്ള പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾ കണ്ട് തുള്ളിച്ചാടുന്നില്ല. അവ ശരീരം നനയുമെന്നല്ലാതെ, ശരീരം നനഞ്ഞ് ഒരു പക്ഷേ മരിച്ചു പോകുമോ ചത്തുപോകുമെന്നല്ലാതെ മനുഷ്യൻ ആസ്വദിക്കില്ല. മനുഷ്യനൊരു പക്ഷിയെ നിരീക്ഷിച്ച് അതിനെ ആസ്വദിക്കുന്നു. പക്ഷേ പക്ഷിയെ നിരീക്ഷിക്കുന്ന ഒരു പൂച്ച അതെൻ്റെ ഒരു ആഹാരമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ ഭൗതികവാദത്തിൽ മനുഷ്യന്റെ ഈ സൗന്ദര്യ ബോധം എവിടെ നിന്നു എന്നുള്ളതിന് ഉത്തരം കിട്ടില്ല. അവന്റെ വിശ്വാസം പദാർത്ഥത്തിൽ നിന്നെല്ലാം വന്നു, പൊട്ടിത്തെറിച്ച് വന്നു. പണ്ട് മുതലേ ഇങ്ങനെ തന്നെയാണ്. ഇപ്പൊ ദൈവമില്ലെങ്കിൽ ഈ വൈകാരികമായ വികാരങ്ങളുടെ ഉറവിടം, സൗന്ദര്യ അവബോധത്തിന്റെ ഉറവിടം, സൗന്ദര്യം ആസ്വദിക്കാനുള്ള കഴിവ്, ഇതിൻ്റെയൊക്കെ ഉത്ഭവം എവിടെ നിന്ന് പറയാൻ ഈ പദാർത്ഥത്തിൽ നിന്നാണ് എല്ലാം ഉത്ഭവിച്ചതെന്ന് പറയുന്നവർക്ക് ഒരിക്കലും കഴിയില്ല. മനുഷ്യൻ മൃഗങ്ങളിൽ നിന്നാണ് ഉത്ഭവിച്ചതെങ്കിൽ നമ്മൾ പറയേണ്ടി വരും മൃഗങ്ങൾക്ക് ഈ കഴിവുണ്ടാകണം.
കുരങ്ങനും ചീങ്കണ്ണിക്ക് കഴിവുണ്ടാകണം സൗന്ദര്യം ആസ്വദിക്കാൻ. അപ്പോൾ മൃഗങ്ങളിൽ നിന്ന് പരിണമിച്ചാണ് മനുഷ്യൻ ഉണ്ടായതെങ്കിൽ മൃഗങ്ങൾക്ക് കഴിവുണ്ടാകണം, അല്ലെങ്കിൽ മനുഷ്യന് കഴിവില്ലാതിരിക്കണം. പക്ഷെ മനുഷ്യന് കഴിവുണ്ട്. മനുഷ്യൻ സൗന്ദര്യ അവബോധമുള്ളവനാണ്. പക്ഷെ മൃഗങ്ങൾക്കതില്ല. അവർക്ക് ഒരിക്കലും സൗന്ദര്യം ആസ്വദിക്കാൻ കഴിവില്ല. അപ്പോൾ മനുഷ്യന്റെ ഈ കഴിവിന്റെ ഉറവിടം മൃഗങ്ങളല്ല. ഒരു ദൈവവിശ്വാസി വ്യക്തമായി ഉപസംഹരിക്കും, ഈ കഴിവ് ദൈവം മനുഷ്യന് കൊടുത്തതാണ്. ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് ദൈവം ആ വിധത്തിലാണ് അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ ഈ വാദഗതികളുടെ അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന വാദഗതി വെളിപാടിൽ നിന്നുള്ള വാദഗതി, വെളിപ്പെടുത്തലിന്റെ വാദഗതി, ആർഗ്യുമെന്റ് ഫ്രം റെവലേഷൻ. ഈ വിഷയങ്ങളൊക്കെ മറ്റ് പല പഠനങ്ങൾ വീണ്ടും ആവർത്തിക്കും. ഇതിൽ ചില വിഷയങ്ങൾ വീണ്ടും നമ്മൾ കേൾക്കും, കുറച്ചും കൂടി വിശാലമായി, കുറച്ചും കൂടി വിശാലമായിട്ടും ആഴമായിട്ടും വ്യത്യസ്ത നിലയിൽ. കാരണം ഒരു പ്രാവശ്യം കേട്ടാലൊന്നും നമുക്ക് ബോധ്യപ്പെടണമെന്നില്ല. എന്നാൽ നമ്മുടെ മനസ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളോട് താല്പര്യമില്ല. അതുകൊണ്ട് ഇത് വീണ്ടും വീണ്ടും കേൾക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ അവസാനമായി ഈ വാദഗതികളുടെ ലിസ്റ്റിൽ അവസാനമായി നമ്മൾ ചിന്തിക്കുന്നത് വെളിപാടിൽ നിന്നുള്ള വാദഗതി. വളരെ ശ്രദ്ധിക്കുക. ഈ വാദഗതി എന്ന് പറയുന്നത് മനുഷ്യന്റെ ഈ മതപരമായ പ്രകൃതി, മനുഷ്യന്റെ മതപരമായ പ്രകൃതി ഉണ്ടെന്ന് ഇതിനകം നമ്മൾ കണ്ടു കഴിഞ്ഞു. മതപരമായ പ്രകൃതി, ധാർമ്മിക പ്രകൃതി മനുഷ്യരിലുണ്ട്. അതിനെ നമ്മൾ സത്യസന്ധമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ വാദഗതി എളുപ്പം മനസ്സിലാകും. മനുഷ്യന്റെ ധാർമ്മിക ആത്മീക ജീവിയാണ്. വെറും മൃഗമല്ല, വെറും ശരീരമല്ല, ധാർമ്മിക ആത്മീക ജീവിയാണ്. അവൻ മതഭക്തി ഉള്ളവനാണ്, മതഭക്തി ഉണ്ടാകേണ്ടവനാണ്. ആ തരത്തിലാണ് ദൈവനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ വിധത്തിൽ ശ്രദ്ധിക്കുക, ഈ വിധത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച ധാർമ്മിക സ്വഭാവത്തോടും ആത്മീക താല്പര്യത്തോടും ഭക്തിയോടുമൊക്കെ ഉള്ള താല്പര്യത്തോടുകൂടി ഈ വിധത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതെങ്കിൽ ദൈവം മനുഷ്യന് തന്നെ വെളിപ്പെടുത്തി കൊടുക്കണ്ടേ? ദൈവത്തോടുള്ള ബന്ധത്തിലാണ് മനുഷ്യൻ ജീവിക്കേണ്ടത് എന്ന് ദൈവം തീരുമാനിച്ചാൽ ദൈവം പക്ഷെ തന്നെ വെളിപ്പെടുത്തിയില്ലെങ്കിലും ഇപ്പൊ ദൈവം തീർച്ചയായും തന്നെ വെളിപ്പെടുത്തി കൊടുക്കണം. മനുഷ്യനെ കഴിവ് വെച്ചിട്ടുണ്ട്, പ്രാപ്തി വെച്ചിട്ടുണ്ട് ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താനോ ദൈവത്തോട് ചേർന്ന് ജീവിക്കാനും ദൈവബോധത്തിൽ ജീവിക്കുവാനുമാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് അങ്ങനെയാണ് രൂപപ്പെടുത്തിയെങ്കിൽ അതിന് ദൈവം ചെയ്യേണ്ട എന്താണ്? ദൈവത്തെ വെളിപ്പെടുത്തണം. പിന്നെ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടെന്താ കാര്യം? ദൈവത്തെ വെളിപ്പെടുത്തണം. ഇപ്പൊ മനുഷ്യൻ ഈ സൗന്ദര്യ അവബോധമുള്ള മനുഷ്യനാണെങ്കിൽ ഇപ്പൊ ന്യായമാണ്, നമുക്ക് വിശ്വസിക്കാൻ കഴിയും സൃഷ്ടാവ് ഇവനെ ഈ വിധത്തിൽ മനുഷ്യനെ ഈ വിധത്തിൽ സൃഷ്ടിച്ച ദൈവം അവൻ എന്തുകൊണ്ടാണ് ആ വിധത്തിൽ സൃഷ്ടിച്ചതെന്ന് അവന് പറഞ്ഞു കൊടുക്കണം. മുന്നിലുള്ള വാദം വിശദീകരിക്കാൻ മനസ്സിലാകും. അപ്പോൾ വ്യക്തമാണ്, ഈ വാദം വ്യക്തമായി നമ്മളെ കാണിച്ചു തരുന്നു, ദൈവം മനുഷ്യന് വേണ്ടി ആവശ്യമുള്ളതായ എല്ലാ കാര്യങ്ങളും ദൈവം വെളിപ്പെടുത്തി, ജീവനും ഭക്തിക്കും വേണ്ടിയതല്ല. അപ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും, ദൈവം മനുഷ്യന് തന്നെ വെളിപ്പെടുത്തും. ദൈവത്തിന്റെ അസ്തിത്വം ഒരു വെളിപ്പെടുത്തൽ ആവശ്യപ്പെടുന്നു. ദൈവം എവിടെ എന്ന് ചോദിക്കുന്ന മനുഷ്യൻ ദൈവം ഞാൻ എന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ കുഴിമുയിൽ എങ്ങനെ പാറയിൽ കൂടുകെട്ടുന്നു യോവേ? ഈ മഹാനഗരത്തിലെ മൂക്കിലേക്ക് നിനക്ക് കയറ് കോർക്കാമോ? അത് എവിടെ നിന്നുണ്ടായി? ഈ നദീകയത്തെ ആരാ നിയന്ത്രിക്കുന്നത്? അതിൻ്റെ പുറത്ത് നിനക്ക് തൊടാമോ? ഇങ്ങനെയുള്ള 60-ലധികം ചോദ്യങ്ങൾ യോബിനോട് ചോദിക്കുമ്പോൾ ദൈവം പറഞ്ഞു കൊടുക്കുകയാണ്, എൻ്റെ അസ്തിത്വം സത്യമാണ്, ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പ്രകൃതിയിൽ തന്നെയുണ്ടത്. പ്രകൃതിയിലുള്ള പൊതുവായ വെളിപാടിലുണ്ട്, പിന്നെ പ്രത്യേകമായി തൻ്റെ പുത്രനെ അയച്ച് വചനത്തിലൂടെയുള്ള വെളിപാടുണ്ട്. അതൊക്കെ പിന്നീടുള്ള പഠനത്തെ ഇവിടെ പരാമർശിക്കും. ഇപ്പൊ ദൈവം വെളിപ്പെടുത്തുന്നു, മറഞ്ഞു നിൽക്കുന്നില്ല. തന്നെ എന്നെ ആരും അറിയണ്ട എന്ന് ദൈവം പറയുന്നില്ല. എന്നെ ആരും കാണണ്ട, എന്നെ ആരും അറിയണ്ടെന്നല്ല, എന്നെ അറിയണം. പരിജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് എൻ്റെ ജനം നശിക്കുന്നതെന്നാണ് ദൈവം പറഞ്ഞത്. കാളയ്ക്ക് ഉടവനെ അറിയാം, കഴുതയ്ക്ക് പുല്ലിൽ നിന്ന് തൊട്ടിയെ അറിയാം. യെരുശലേമേ എത്ര വട്ടം നിങ്ങളെ ഞാൻ സന്ദർശിച്ചു, പക്ഷെ നിങ്ങൾക്ക് എന്നെ അറിയാൻ കഴിയുന്നില്ല. ഇപ്പൊ ദൈവം തന്നെ വെളിപ്പെടുത്തി. ദൈവം ഉണ്ടെങ്കിൽ ദൈവം വെളിപ്പെടുത്തും. അപ്പൊ ഈ വാദം 2 വിധത്തിൽ നമുക്ക് കാണാം. ഒന്ന്, ദൈവത്തെ വെളിപ്പെടുത്തേണ്ടതിൻ്റെ സാധ്യത, അതിൻ്റെ അനുമാനം, അതിൻ്റെ ആവശ്യകത, അതിൻ്റെ കാര്യകാരണം.
ദൈവ വെളിപാടിൻ്റെ ആവശ്യകത, സന്നദ്ധത, അനുമാനം, ആവശ്യകത, കാര്യകാരണം. അതൊന്നാമത്തത്. എന്തുകൊണ്ട് ദൈവം വെളിപ്പെടുത്തണം? ദൈവം വെളിപ്പെടുത്തേ പറ്റൂ. ദൈവം നാളെ മനുഷ്യരോട് ചോദ്യം ചോദിക്കാൻ പറ്റില്ല, വിധിക്കാൻ പറ്റില്ല. രണ്ടാമത് ആ വെളിപ്പെടുത്തൽ. ഈ രണ്ട് വിഷയങ്ങളായിട്ടാണ് നമ്മൾ വിഷയം പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ പോയിന്റ് മാത്രം ഇന്ന് നമ്മൾ സംസാരിക്കാം. അതായത് ദൈവ വെളിപാടിൻ്റെ സന്നദ്ധത അഥവാ സാധ്യത, പോസിബിലിറ്റി. രണ്ട്, പ്രോബബിലിറ്റി, അനുമാനം, അത് സംഭവിക്കാനുള്ള അനുമാനം, അതിൻ്റെ ആവശ്യം. നാല്, അതിൻ്റെ യുക്തി സഹജമായ അതിൻ്റെ കാരണം. ദൈവ വെളിപാട് ആവശ്യമാണ്. അപ്പോൾ ആദ്യം ഈ ഒരു ഒന്നാമത്തെ പോയിന്റ് നമ്മൾ വിശദീകരിക്കും. ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഈ നിത്യമായ ബുദ്ധിവൈഭവമുള്ള ദൈവം, നിത്യനായ ബുദ്ധിവൈഭവമുള്ള സൃഷ്ടാവാണ് ദൈവം എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ദൈവത്തെ മറച്ചു വയ്ക്കാതെ തീർച്ചയായിട്ടും വെളിപ്പെടുത്തണം, തീർച്ചയായും വെളിപ്പെടുത്തണം. നേരെ മറിച്ച് ദൈവത്തെ വെളിപ്പെടുത്താതിരുന്നാൽ പ്രപഞ്ചത്തിലുള്ള സകല നിഗൂഢതകളും രഹസ്യങ്ങളും മർമ്മങ്ങളും എല്ലാം കണ്ടെത്താനുള്ള ഭാരം മനുഷ്യന്റെ ചുമലിൽ വരും. വഴി കണ്ടെത്താനുള്ള ഭാരം മനുഷ്യന്റെ ചുമലിൽ വരും. കാരണവും അർത്ഥവും ഉദ്ദേശവും എല്ലാം കണ്ടെത്താനുള്ള ഭാരം മനുഷ്യന്റെ ചുമലിൽ വരും. പക്ഷെ മനുഷ്യനൊന്നും കഴിയില്ല. യോബിനുള്ള ചോദ്യം നമ്മളത് കേട്ടു. ഈ ചോദ്യങ്ങൾക്കെല്ലാം യോബിന്റെ ഉത്തരം അറിയില്ല, എനിക്കറിയില്ല. ഇപ്പൊ ദൈവത്തെ വെളിപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഈ സകല നിഗൂഢതകളും രഹസ്യങ്ങളും വഴികളും ഈ പ്രപഞ്ചത്തിലുള്ള സകലതും അവനെക്കുറിച്ച് തന്നെ അറിയാനുള്ള ഉത്തരവാദിത്വം അവൻ്റെ ചുമലിൽ വരും. പക്ഷെ അതിനവന് വഴിയുമില്ല. ആകാശവും ഭൂമിയും തമ്മിൽ ഉയർന്നിരിക്കുന്ന പോലെയാണ് മനുഷ്യന്റെ വഴികളും ദൈവത്തിന്റെ വഴികളും, മനുഷ്യന്റെ വിചാരങ്ങളും ദൈവത്തിന്റെ വിചാരങ്ങളും. 55:8-9. ഇപ്പം മനുഷ്യന്റെ ചുമലിലേക്ക് എല്ലാ ഭാരവും വരും. ദൈവത്തെ വെളിപ്പെടും. ദൈവം ഇരുട്ടത്തിരിക്കുകയാണ്. ദൈവത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നില്ല. മനുഷ്യരോട് നീ പോയി കണ്ടുപിടിക്കുക. മനുഷ്യന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അവന്റെ വഴി അവനെ നേരെയാക്കാൻ പറ്റില്ല. ഇപ്പൊ ദൈവത്തെ വെളിപ്പെടുത്തണം. അപ്പോൾ നിത്യനായ ആ ബുദ്ധിവൈഭവം ആയ ആ ദൈവിക മനസ്സ് വെളിപ്പെടുത്തണം. വെളിപ്പെടുത്തിയില്ലെങ്കിൽ മനുഷ്യന് ആകപ്പാട് ആശയക്കുഴപ്പം വരും. ഇപ്പൊ ഈ പ്രപഞ്ചത്തിന് അപ്പുറമായി അധിവസിക്കുന്ന ദൈവം, സർവജ്ഞാനി ദൈവം തന്നെ വെളിപ്പെടുത്തുകയാണ്. അപ്പൊ ദൈവം ഉണ്ടെങ്കിൽ വെളിപ്പെടുത്തണം. നേരെ വെച്ച് ദൈവം ഉണ്ട് പക്ഷെ വെളിപ്പെടുത്തുന്നില്ലെങ്കിൽ ദൈവം മനുഷ്യരോട് ചെയ്യുന്ന ദ്രോഹമാണ്. ദൈവം അവിടെ ഉണ്ട്, പക്ഷെ ദൈവം വെളിപ്പെടുത്താൻ താല്പര്യപ്പെടുന്നില്ല. ഇതിനേക്കാളും ദ്രോഹമില്ല മനുഷ്യനോട് ചെയ്യാൻ. അപ്പൊ പിന്നെ എങ്ങനെ കണ്ടെത്തും ദൈവത്തെ? ഒരു കാര്യം ദൈവം പറയാതെ എങ്ങനെ മനസ്സിലാക്കുന്നത്? ഉത്തരം പറയാതെ എങ്ങനെ ഉത്തരം പറയും? ടീച്ചർ ചോദ്യം മാത്രം പഠിപ്പിച്ചിട്ട് പോകും. ചോദ്യ പേപ്പർ പരീക്ഷയ്ക്ക് കിട്ടുന്ന കുട്ടി എന്ത് ചെയ്യും? ഉത്തരം അറിയില്ല. ഭൂമി ദൈവത്തെ കണ്ടെത്താൻ പറയുന്നു, പക്ഷെ ദൈവം ഒളിച്ചു കളഞ്ഞു, മാറിക്കളഞ്ഞു. ദൈവത്തെ കാണിച്ചു തരുന്നില്ല. ഈ മനുഷ്യൻ എങ്ങനെ കണ്ടെത്തും ദൈവത്തെ? പകരം ദൈവം പറഞ്ഞു അന്വേഷിപ്പീൻ കണ്ടെത്തുമെന്നാണ്, മുട്ടിയാൽ തുറക്കാമെന്നാണ്. നമ്മുടെ ഉത്തരവാദിത്തം ദൈവം പറഞ്ഞു, നിങ്ങൾ മുട്ട്, എന്നെ അന്വേഷിക്ക്, തപ്പി നോക്ക്, ഞാൻ അടുത്തുണ്ട്, പക്ഷെ എന്നെ വിളിക്ക്, എങ്കിൽ ഞാൻ എന്നെ കാണിച്ചു തരാം. അത് ന്യായം. അവിടെ ഉത്തരവാദിത്വം നമ്മുടെ ചുമലില്ല. നീ വിളിച്ചില്ല, നീ അന്വേഷിച്ചില്ല, നിനക്ക് എന്നെയല്ല വേണ്ടത്, ഇതിന് നമ്മൾ ശിക്ഷിക്കാൻ അവകാശമുണ്ട്. എന്ന് വെച്ചാൽ ദൈവം മനസ്സിലാക്കി ദൈവം വെളിപ്പെടുത്തിയില്ലെങ്കിലോ ദൈവത്തിന് നമ്മെ ശിക്ഷിക്കാൻ അവകാശമില്ല. അപ്പോൾ ദൈവം വെളിപ്പെടുത്തിയില്ല, ടീച്ചർ പഠിപ്പിച്ചില്ല, ചോദ്യം മാത്രം പഠിച്ചിട്ട് എന്താ കാര്യം? ഉത്തരം ടീച്ചർ പറയണം, പറഞ്ഞു തരണം ഞങ്ങൾക്ക്. അതാണ് ദൈവം ചെയ്തത്, ദൈവം വെളിപ്പെടുത്തി. രണ്ടാമത്, സാധ്യതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്പൊ നേരത്തെ പറഞ്ഞതിൽ തന്നെ ഉണ്ട് അതിൻ്റെ ഉത്തരം. ഇപ്പൊ ദൈവത്തെ വെളിപ്പെടുത്തുന്നു, പക്ഷെ നേരെ വെച്ചത് വെളിപ്പെടുത്തുന്നില്ല എങ്കിൽ അത് ക്രൂരതയാണ്. ദൈവത്തെ വെളിപ്പെടുത്തുന്നില്ല എങ്കിൽ മനുഷ്യന് ആത്മീക സ്വഭാവം വെച്ചിട്ടുണ്ട്, മതപരമായ ഭക്തിയുടെ ആവശ്യം മനുഷ്യൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ തത്വത്തിന്റെ ഭാഷ ഒരു ഹൃദയത്തിലൊരു ശൂന്യതയുണ്ട്. ആ ശൂന്യത നിറയ്ക്കണമെന്നുള്ളതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യം. പക്ഷെ ദൈവത്തെ വെളിപ്പെടുത്താൻ തയ്യാറല്ല. അത് ക്രൂരതയല്ല. വിശപ്പുണ്ട് പക്ഷെ ആഹാരം കൊടുക്കില്ല. മനുഷ്യന് വിശപ്പ് കൊടുത്തു പക്ഷെ ആഹാരം കൊടുക്കില്ല. മനുഷ്യന് ദൈവത്തിന്റെ ആവശ്യമുണ്ട്, ദൈവം പറയുന്നു, പക്ഷെ ഞാൻ എന്നെ പറഞ്ഞു തരില്ല, എന്നെ കാണിച്ചു തരില്ല. അതിനാണ് ക്രൂരത എന്ന് പറയുന്നത്. ദൈവം ചെയ്യില്ല.
അപ്പോൾ വെളിപാടിൻ്റെ ആവശ്യകത ബോധ്യപ്പെടാനാണ് ഈ വിധത്തിൽ പറയുന്നത്. ദൈവത്തെ വെളിപ്പെടുത്തേണ്ട. മൂന്നാമതായിട്ട് ഇതൊരു ആവശ്യകതയാണ്. അപ്പോൾ ഒരു സാധ്യത, ഒരു അനുമാനം, അല്ലെങ്കിൽ ഒന്ന് പോസിബിൾ, രണ്ട് പ്രോബബിൾ. സാധ്യതയും സംഭവ്യവും. മൂന്ന് ആവശ്യകതയാണ്. ദൈവത്തെ വെളിപ്പെടുത്തണം. കാരണം മനുഷ്യൻ്റെ ആത്മീയ ആഹാരം ദൈവമാണ്. നമ്മൾ നേരത്തെ വായിച്ചു, ഞാൻ ജീവൻ്റെ അപ്പമാണ്. എൻ്റെ അടുക്കൽ വരുന്നവൻ ഒരു നാളും ദാഹിക്കില്ല, ഒരു നാളും വിശക്കില്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ആ വിധത്തിലാണ്. ആത്മീകമായ താല്പര്യത്തോടും ദാഹത്തോടും വിശപ്പോടാണ്. ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവനാണ് ഭാഗ്യവാൻ, ക്രിസ്തു പറഞ്ഞു. ഇപ്പൊ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകൃതി. പിതാവായ ദൈവം ഒരിക്കലും മക്കൾ പോഷകാഹാരക്കുറവ് കൊണ്ട് നഷ്ടപ്പെടാൻ അനുവദിക്കില്ല. ഒരു വീട്ടിലും ഒരു കുടുംബത്തിലും അപ്പന്മാർ മക്കൾ പോഷകാഹാരമില്ല. ഒരേ ആഹാരം തന്നെ മാസങ്ങളായി കഴിക്കുകയാണ്. വേറെ ഒന്നുമില്ല. പോഷകാഹാരക്കുറവുണ്ടാകും, അണുക്കൾ ബാധിക്കും, രോഗമുണ്ടാകും, ആരോഗ്യമുണ്ടാകില്ല, ക്ഷീണത ഉണ്ടാകും. നമ്മുടെ ദൈവം ഇത്ര വലിയ പിതാവാണ്. ഭൂമിയിലുള്ള മാതാപിതാക്കളൊന്നും ഒന്നുമല്ല ദൈവം എന്ന പൈതൃക പിതൃത്വത്തിൻ്റെ മുമ്പിൽ. അപ്പോൾ ദൈവം ഒരിക്കലും തന്നെ മക്കൾ പോഷകാഹാരക്കുറവുണ്ട്, ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, ആഹാരം, ആത്മീയ ആഹാരം കിട്ടാതെ മനുഷ്യൻ നശിക്കണമെന്ന് ദൈവം ഒരിക്കലും ആഗ്രഹിക്കില്ല. ആവശ്യത്തിലധികം സമൃദ്ധിയായിട്ടാണ്. ആകാശത്തിലെ കിളിവാതിലുകൾ തുറന്നാൽ ദൈവം തരുന്നത് ശേഖരിക്കാൻ ഇടമില്ലാതെ വരും. ദൈവത്തിൻ്റെ വനത്തിലുള്ള സമ്പന്നതകൾ കണ്ടെത്താൻ തുടങ്ങിയാൽ എത്ര ആയുസ് പഠിച്ചാലും തീരില്ല. ഇത്ര വലിയ ഭണ്ഡാരമാണ് ദൈവം തുറന്നു വച്ചിരിക്കുന്നത്. ക്രിസ്തുവിലുള്ള വലിയ സമ്പന്നത, ആത്മിക സൗഭാഗ്യങ്ങൾ, ഇതെല്ലാം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ എന്തൊരു ബലമായിരിക്കും, ഉൾക്കരുത്തുണ്ടാകും ആത്മീകമായി. മനുഷ്യന് ദൈവത്തെ ആവശ്യമുണ്ട്. മനുഷ്യൻ ദൈവത്തെ കൂടാതെ പറ്റില്ല. അങ്ങനെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പോൾ ഇത് ന്യായമാണ്. സൃഷ്ടാവ് തൻ്റെ സൃഷ്ടികളായ മനുഷ്യർക്ക് തന്നെ വെളിപ്പെടുത്തുന്നു. ഇത് ആവശ്യമാണ്. ദൈവത്തിനറിയാം മനുഷ്യൻ എന്താ വേണ്ടത്. അവർക്ക് വേണ്ടത് ഞാനാണ്. എന്നെ അവരറിയണം. ഞാൻ എന്നെ വെളിപ്പെടുത്തുക. അവർ സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുക അവരുടെ തീരുമാനം. അതിൻ്റെ നാളെ ഭവിഷ്യത്ത് അവർക്ക് കിട്ടും. പക്ഷെ ഞാൻ എന്നെ വെളിപ്പെടുത്തും. ദൈവത്തിൻ്റെ ഭാഗത്ത് ആരും എന്നെ പഴി പറയില്ല. ദൈവം നന്നായി തന്നെ പൂർണ്ണമായി വെളിപ്പെടുത്തി. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടു. ആ വെളിപ്പെടുത്തലാണ് ബൈബിൾ. നാലാമതായി അവസാനമായി ഇത് ന്യായമാണ്. ഇത് വളരെ ന്യായയുക്തമാണ്. കാര്യകാരണ സഹിതം ന്യായയുക്തമാണ്, യുക്തിസഹജമാണ്. എന്നാൽ സൃഷ്ടാവ് സൃഷ്ടിക്ക് തന്നെ വെളിപ്പെടുത്തുന്നു. പ്രപഞ്ചത്തിലെ പുഴുക്കളും കൃമികൾക്കും കീടങ്ങൾക്കും പരങ്ങൾക്കും പുല്ലുകൾക്കും താമരയ്ക്കും വെള്ളത്തിനും എല്ലാം അറിയാം ഈ ദൈവത്തെ. നമ്മളെപ്പോലെ കഴിവില്ലെന്നേ ഉള്ളൂ സംസാരിക്കാൻ. പക്ഷെ അവർ നിശബ്ദമായി ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സൃഷ്ടാവ് സൃഷ്ടിക്ക് തന്നെ വെളിപ്പെടുത്തി. അത് ന്യായമാണ്. കർത്താവ് ദൈവമക്കളെ സംബന്ധിച്ച് അവർക്ക് നന്നായിട്ടറിയാം. ദൈവം മനുഷ്യർക്ക് തന്നെ വെളിപ്പെടുത്തി. രണ്ട് വിധം: തൻ്റെ സാന്നിധ്യം, തൻ്റെ ഹിതം. തൻ്റെ സാന്നിധ്യത്തിൻ്റെ വെളിപ്പെടുത്തൽ, തൻ്റെ ഹിതത്തിൻ്റെ വെളിപ്പെടുത്തൽ. ബൈബിൾ ഉടനീളം നമ്മൾ പരിശോധിച്ച ആ സാന്നിധ്യം അനുഭവിച്ച അനേക സന്ദർഭങ്ങളുണ്ട്. ദൈവഭക്തന്മാരായിട്ടുള്ളവർ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചു. ഒരു ഭയന്നു, നോക്കാൻ മടിച്ചു. സ്വർഗത്തിലെ ദൂതന്മാർ പോലും നോക്കാൻ മടിക്കുന്നു. ഭൂമിയിൽ പോലും ഭൂമി പിളർന്നും വെള്ളത്തിന് മീതെ നടന്നും മരിച്ചവരെ എഴുന്നേൽപ്പിച്ചും പല വിധത്തിൽ ആ സാന്നിധ്യം സമാഗമന കൂടാരത്തിലും ദേവാലയത്തിലും യാത്രകളിലുമെല്ലാം യാഗമൃഗത്തെ സ്വർഗം തീയിറങ്ങി ദഹിപ്പിക്കുന്നതിലും ഇങ്ങനെ പല സന്ദർഭങ്ങളിൽ ആ സാന്നിധ്യത്തെ കാണിച്ചു തന്നു. പിന്നെ തൻ്റെ ശബ്ദം കേൾപ്പിച്ചു, തൻ്റെ ഹിതം, ആലോചന അറിയിച്ചു തന്നു. ഇത് രണ്ടും വചനത്തിലെ ബൈബിളിൻ്റെ വിഷയമാണ്. രണ്ടും ബൈബിൾ വ്യക്തമായി പറയുന്നു. ഇതിൻ്റെ സാന്നിധ്യം കാണിച്ച സമയം, ഇതിൻ്റെ ശബ്ദം കേൾപ്പിച്ചു അറിയിച്ച സമയം. മനുഷ്യൻ ധാർമ്മിക ജീവിയാണ്. അതുകൊണ്ട് അവനൊരു മാനദണ്ഡം വേണം, ഒരു ന്യായാധിപൻ വേണം, ഒരു റഫറി നമ്മൾ പറയുന്ന പോലെ. എങ്ങനെ ജീവിക്കണം, എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞു തരാൻ, അറിയിക്കാൻ ഒരാൾ വേണം. മനുഷ്യൻ ധാർമ്മിക ജീവിയായതുകൊണ്ടാണ്. നിരീശ്വരവാദം ശരിയാണെങ്കിൽ ഈ ധാർമ്മിക നിലവാരമില്ല മനുഷ്യൻ. പദാർത്ഥത്തിൽ നിന്ന്, കുരങ്ങളിൽ നിന്ന്, മണ്ണിൽ നിന്നാണ് മനുഷ്യർ വന്നതെങ്കിൽ അവിടെ ധാർമ്മിക നിലവാരമില്ല. ഓരോരുത്തരും അവർ തോന്നിയ വഴി ജീവിക്കണം. എൻ്റെ ശരി നിങ്ങളുടെ തെറ്റ്, നിങ്ങളുടെ തെറ്റ് എൻ്റെ ശരി, ആപേക്ഷികമാകും.
ശരിയും തെറ്റും പ്രത്യേക മാനദണ്ഡമില്ല. പരിണാമവാദവും നിരീശ്വരവാദവും ദൈവനിഷേധവും ഒക്കെ വാസ്തവമാണെങ്കിൽ, ചിലർ പറയാറുണ്ട് വിശ്വാസി നിരീശ്വരവാദികളുടെ നടുവിൽ തന്നെ നല്ല മനുഷ്യരുണ്ട്, ധാർമ്മികമായി നല്ല ജീവിത നിലവാരമുള്ള മനുഷ്യരുണ്ട് നിരീശ്വരവാദികളുടെ നടുവിൽ തന്നെ. അവരുടെ ചോദ്യം, ഈ നല്ല നിലവാരം എന്ന് പറയുന്ന നിലവാരം എവിടെ നിന്ന് കിട്ടി? അതിൻ്റെ മൂല്യം എവിടെ നിന്ന് കിട്ടി? അതിൻ്റെ അടിസ്ഥാനം എവിടെ നിന്ന് കിട്ടി? അത് ചിന്തിക്കണം. അതിനുത്തരമില്ല. ഈ നല്ല ജീവിതം എന്ന് പറയുന്ന ജീവിതത്തിൻ്റെ നിലവാരം അളക്കാനുള്ള അളവുകോൽ എവിടെ നിന്ന് കിട്ടി? അത് ദൈവത്തിൻ്റെതാണ്. ദൈവം നിഷേധിച്ചതായ എല്ലാ രാജ്യങ്ങളും സംസ്കാരങ്ങളും തകർന്നിട്ടേ ഉള്ളൂ. അത് കുടുംബങ്ങളാണ്. ദൈവത്തെ കുടുംബത്തിന് നടുവിൽ വെച്ചിട്ടില്ലാത്ത എല്ലാ കുടുംബങ്ങളും കാലങ്ങൾ കൊണ്ട് തകരും. കാരണം അവിടെ ഒരുമിപ്പിച്ച് നിർത്താൻ ഒന്നുമില്ല. കുടുംബത്തെ ഒരുമിപ്പിച്ച് നിർത്തുന്നത് ആത്മീയതയാണ്, ദൈവമാണ്, ദൈവവചനമാണ്. അതവിടെ ഇല്ലെങ്കിൽ മനോഹരമായ 5 കോടി മുടക്കി പടുതുയർത്തിയാലും ഏതെല്ലാം തരത്തിലുള്ള ആഡംബരങ്ങൾ കൊണ്ട് നിറച്ചാലും യഹോവ വീട് പണിയുന്നില്ല എങ്കിൽ വീട് നിൽക്കില്ല. കെട്ടിടം നിൽക്കും, ആള് കാണില്ല, അവിടെ ഉള്ളവർക്ക് ജീവനുണ്ടാകില്ല. അത് വചനത്തിലെ സത്യമാണ്. സംസ്കാരങ്ങൾ ദൈവവചനം പ്രതിരോധം തീർക്കും. ദൈവദിനം വലിയ മതില് പോലെ നിൽക്കും കുടുംബത്തെ സംരക്ഷിക്കാൻ. അത് കുടുംബത്തിലില്ലെങ്കിൽ അതിന് പകരം ധനം, സമ്പത്ത്, പ്രതാപം, മഹത്വം ഇതൊക്കെയാണ് നിറച്ചിരിക്കുന്നത്. നിൽക്കില്ല, അതൊക്കെ തകർന്നു പോകും. അപ്പോൾ ധാർമ്മിക മൂല്യങ്ങൾ ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ധാർമ്മിക മൂല്യങ്ങൾ, സദാചാര മൂല്യങ്ങൾ ദൈവത്തിൽ നിന്നാണ്. അത് വളരെ പ്രധാനമാണ്. അത് നിരീശ്വരവാദികൾ പറയുന്ന പോലെ ദൈവമില്ലെങ്കിൽ ഞങ്ങൾക്ക് നന്നായി ജീവിക്കാൻ കഴിയും. ഈ നന്നായി എന്ന് പറയുന്നതിൻ്റെ മാനദണ്ഡം എവിടെ നിന്നാണ്? എന്താ നിങ്ങൾ ഈ നന്നായി എന്ന് ഉദ്ദേശിക്കുന്നത്? കള്ളം പറയരുത്, പിടിച്ചു പറിക്കരുത്, വ്യഭിചരിക്കരുത്, മോഷ്ടിക്കരുത്, ബഹുമാനിക്കണം, ആദരിക്കണം, മാന്യമായിട്ട് ജീവിക്കണം. ഈ മൂല്യ വ്യവസ്ഥയുടെ ഉറവിടം എവിടെയാണ്? ആര് പഠിപ്പിച്ച നിങ്ങൾ? മണ്ണ് പഠിപ്പിച്ച, പദാർത്ഥം പഠിപ്പിച്ച. നിങ്ങൾ പറയുന്ന നന്നായി ജീവിക്കുന്നവരുണ്ടല്ലോ എന്ന് പറയുന്ന നന്നായി എന്ന് പറയുന്ന നിർവചനം എവിടെ നിന്ന്? അതൊരു ദൈവത്തിൽ നിന്നാണ്, ആത്മീയതയിൽ നിന്നാണ്. അതെപ്പോഴും മനസ്സിലാക്കണം. അപ്പോൾ ഈ വാദത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കണ്ടത്, വെളിപ്പെടുത്തലിൻ്റെ ആവശ്യകത. ദൈവത്തെ വെളിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത, സാധ്യത, സന്നദ്ധത, അനുമാനം അല്ലെങ്കിൽ യുക്തി സഹജമായ കാര്യകാരണം. ആ വാക്കുകളൊന്നും പേടിക്കണ്ട, ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ദൈവം വെളിപ്പെടുത്തേണ്ടത് മനുഷ്യന് അത്രയ്ക്കും ആവശ്യമാണ്. ദൈവം സൃഷ്ടിച്ച മനുഷ്യർ ദൈവത്തെ വെളിപ്പെടുത്താതിരിക്കില്ല. കുഞ്ഞുങ്ങളുണ്ടായിട്ട് ആശുപത്രി കുഞ്ഞുങ്ങൾ പ്രസവിച്ച് അപ്പനും അമ്മയും ഇട്ടിട്ട് പോയി. പിന്നെ എന്തിനാണ് കുഞ്ഞ് ജന്മം കൊടുത്തത്? അതിനെ പോറ്റി പുലർത്തി പരിപാലിച്ച് സ്നേഹവും ലാളനയും കൊടുത്ത് പരിശീലനം കൊടുത്ത് ഉപദേശം കൊടുത്ത് വളർത്തി വലുതാക്കി ദൈവത്തെ അറിയാൻ വേണ്ടി മാതാപിതാക്കളുടെ കയ്യിൽ ദൈവം. കുഞ്ഞിനെ ദൈവത്തെ അറിയാനായിട്ട് മാതാപിതാക്കൾ പരിശീലിപ്പിക്കുന്നില്ല എങ്കിൽ മാതാപിതാക്കൾ വലിയ പരാജയമാവും. ഇത് എന്തിനാണ് എൻ്റെ കുഞ്ഞിനെ നിങ്ങളുടെ കയ്യിൽ തന്നത്? ഉത്തരവാദിത്വം ചെയ്യണ്ടേ? അപ്പം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, മക്കൾ. ആ മക്കൾക്ക് ദൈവം തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കും, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ നടക്കേണ്ട പാത ഇതാണ്, ഇതുവഴി പോകരുത്. നിങ്ങളെ ഞാൻ സ്നേഹം കൊണ്ട് പൊതിയാം. നിങ്ങൾ അവസാനം എൻ്റെ അടുക്കൽ തിരിച്ചെത്തിക്കാം. ഇത് ശപിക്കപ്പെട്ട ഭൂമിയിൽ തൽക്കാലം ഈ പരിശീലനത്തിലൂടെ പോകുക. ഞാൻ അവസാനം നിങ്ങൾ എൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ വീണ്ടും ജന്മം പ്രാപിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കൽ എത്തിക്കും. ഒരു പരിശീലനമല്ലേ ജീവിതത്തിൽ? ഇപ്പോൾ ഓർക്കുക, എന്തുമാത്രം ആവശ്യമാണ് മനുഷ്യന് ദൈവത്തെ. ദൈവമില്ല എന്ന് പറയുന്ന മനുഷ്യനെ ദൈവം മൂഢാന്ന് വിളിച്ചാൽ മതിയോ? വേറെ വാക്ക് വിളിക്കാൻ പറ്റാത്തതുകൊണ്ട് ദൈവത്തിൻ്റെ മാന്യത കൊണ്ട് അവിടെ അത്രേ പറഞ്ഞുള്ളൂ. ദൈവമില്ല, ദൈവത്തിൻ്റെ വചനം സത്യമല്ല, അവനെ മൂഢാന്നല്ല വിളിക്കേണ്ടത്. അതിനേക്കാൾ ദ്രോഹം ദൈവത്തോട് ചെയ്യാനുണ്ട്. ദൈവം തന്ന ശ്വാസവും ജീവനും വെള്ളവും വായുവും ആരോഗ്യവും അനുഗ്രഹങ്ങളും സമ്പന്നതയും സംതൃപ്തിയും എല്ലാം അനുഭവിച്ചിട്ട് തിരിഞ്ഞു നോക്കി ആ ദൈവത്തെ ആണിയടിച്ച് ക്രൂശി തറച്ച മനുഷ്യനെ ദൈവം എന്ത് വിളിക്കണം? ഇപ്പോൾ ദൈവമുണ്ട്. പൂർണ്ണമായിട്ടില്ല പഠനം, നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. നീണ്ട യാത്രയാണ്, എപ്പോഴും ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളെ സഹായിക്കട്ടെ. തുടരാം നാളെ. താങ്ക് യു.